ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, വിശ്വാസിയുടെ ദിനരാത്രങ്ങൾ എന്നതാണ് നമ്മുടെ വിഷയം. അതുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കാൻ അനിവാര്യമായ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത് വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദകളാണ്, പാലിക്കേണ്ട നിയമങ്ങളാണ്. ഓരോ കാര്യത്തിലും എന്താണ് ദീനിൻ്റെ നിയമം, എന്താണ് ശറഇൻ്റെ നിയമമെന്ന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എങ്ങനെയാവണം നമ്മൾ എന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെട്ട മതത്തിൻ്റെ അഹ്ലുകാരാണ് നമ്മൾ. ആ നിയമങ്ങളൊക്കെ പാലിച്ച് റബ്ബിൻ്റെ പൊരുത്തം നേടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മൾ അള്ളാന്റെ മുന്നിൽ കൈകെട്ടിയിട്ട് പറയുന്നൊരു വാക്കുണ്ട്, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹിയായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കേണ്ടവരാണ് നമ്മൾ. നമ്മളുടെ അടക്കവും അനക്കവും അള്ളാഹുവിന് വേണ്ടിയാവണം, ദീനിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാവണം. അതിൽ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പാലിക്കേണ്ട വീട്ടുമര്യാദകൾ, ആ നിയമങ്ങൾ ഇൻഷാ അള്ളാഹ് നമുക്ക് പറയാം. വീടെന്നത് അള്ളാഹു നമുക്ക് തന്ന വലിയ അനുഗ്രഹമാണ്. അത് വല്ലാത്ത ഒരു നിഅമത്താണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, അല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. സൂറത്തുൻ നഹ്ലിന്റെ 80-ാമത്തെ ആയത്തിലൂടെ സഹോദരാ സഹോദരി ശ്രദ്ധിക്കണേ, അല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. നിങ്ങളുടെ വീടുകൾ അല്ലാഹു നിങ്ങൾക്ക് വലിയ ആശ്വാസമാക്കി. നിങ്ങളുടെ വീട് അല്ലാഹു നിങ്ങൾക്ക് വലിയ സന്തോഷത്തിന്റെ കേന്ദ്രമാക്കി, ആശ്വാസത്തിന്റെ കേന്ദ്രമാക്കി. വീടില്ലാത്തവരോട് ചോദിക്കണം, വീടെന്ന അനുഗ്രഹത്തിന്റെ ആഴമറിയണമെങ്കിൽ. അങ്ങനെയാണ്. ഈ ഒരു പരിപാടി കേൾക്കുന്നവരിൽ തന്നെ വാടക വീട്ടിൽ കഴിയുന്നവരുണ്ടാവുമല്ലോ, തറവാട്ടിൽ തന്നെ നിർവാഹമില്ലാത്തത് കൊണ്ട് കഴിയുന്നവരുണ്ടാവുമല്ലോ. പലപ്പോഴും വല്ലാതെ ആഗ്രഹിച്ചു പോകുന്നൊരു കാര്യമാണ് ജീവിതത്തിൽ ഖൈറായ നിലക്ക് ഒരു വീടുണ്ടായി കിട്ടണം. അത് വലിയൊരു സ്വപ്നാണ്. അള്ളാഹു വീടില്ലാത്തവർക്കൊക്കെ ഖൈറായ റാഹത്തുള്ള വീട് ലഭ്യമാക്കട്ടെ. നാമീം പറഞ്ഞേക്ക്, വീടില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഖൈറായ റാഹത്തുള്ള വീട് അള്ളാഹു ലഭ്യമാക്കട്ടെ. എന്നാൽ സഹോദരാ സഹോദരി, നമ്മിൽ ഏകദേശം ആളുകൾക്കും അല്ലാഹു ഖൈറുള്ള റാഹത്തുള്ള വീട് നൽകിയില്ലേ? ആ വീടെന്നത് അല്ലാഹു തന്ന അനുഗ്രഹമാണ്. അതുമായി ബന്ധപ്പെട്ട ആദാബുകൾ പാലിച്ചിരുന്നോ? അത് തന്നതിന് നീ നന്ദി ചെയ്തിരുന്നോ? നിന്നോട് ചോദ്യം ചെയ്യപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. ചോദ്യമുണ്ടാകും. എത്ര വലിയ സന്തോഷത്തിലാ നമ്മൾ നമ്മളുടെ വീട്ടിൽ കഴിഞ്ഞുകൂടുന്നത്. സഹോദരാ സഹോദരി ശ്രദ്ധിക്കണേ, ഇലാഹായ റബ്ബിന്റെ വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയല്ലോ, സുമ്മല തുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം. ഈ ആയത്തിറങ്ങിയപ്പോൾ എന്താ ആയത്തിന്റെ അർത്ഥം? എന്താ ആയത്തിന്റെ അർത്ഥം? സുമ്മ ലതുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം. അന്ന് മഹ്ശറയിൽ വെച്ച് വിചാരണയ്ക്ക് വേണ്ടി നിങ്ങളെ നിർത്തിയിട്ട് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. അറിയില്ലേ? ഈ ആയത്തറിയില്ലേ? ഏത് സൂറത്തിലാ? നിങ്ങൾ ഉറങ്ങാണോ? ശ്രദ്ധിക്കുന്നില്ലേ പറയുന്നത്? ഏത് സൂറത്തിലാ? സൂറത്തുൽ തകാസുർ. സൂറത്തുൽ തകാസുർ. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ
ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين. അടുത്ത ആയത്ത് ثم لتسألن يومئذ عن النعيم. മനുഷ്യരെ, നിങ്ങൾക്കൊക്കെയും നൽകപ്പെട്ടിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യമുണ്ടാകും. ഈ ആയത്തിറങ്ങിയപ്പോ ശ്രദ്ധിക്കണേ, പറയുന്നത് ശ്രദ്ധിക്കണേ. ഈ ആയത്തിറങ്ങിയപ്പോൾ പരിസരത്തുള്ള സഹാബികളെ മൊത്തം വിളിച്ചുകൂട്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏയ് ഇങ്ങോട്ട് വരി, എല്ലാവരും ഇങ്ങോട്ട് വരി. ഇതാ ഉൻസിലത്ത് അലയ്യ ആയ അതിപ്രധാനപ്പെട്ട ഒരു ആയത്തിറങ്ങിയിട്ടുണ്ട്. സാധാരണ അങ്ങനെ ഓരോ ആയത്തും ഇറങ്ങുമ്പോൾ എല്ലാവരും കൂടിയും വിളിച്ചു കൂട്ടി അങ്ങനെ വിശദീകരിക്കുന്ന പതിവൊന്നും മുത്തുനബിക്കില്ല. അത് സാഹചര്യ സന്ദർഭം അനുസരിച്ച് വിശദീകരിച്ചു കൊടുക്കല. ഈ ആയത്തിറങ്ങിയപ്പോൾ ഹബീബായ നബി തങ്ങൾ സഹാബിമാരെ വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇതാ ഒരായത്തിറങ്ങിയിട്ടുണ്ട്. ഏതാണ് ആയത്തെന്ന് കേൾക്കണ്ടേ? സുമ്മ ലതുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം. അന്ന് മഹ്ശറയിൽ തലക്ക് മീതെ ഒരു ചാണുയരത്തിൽ സൂര്യൻ കത്തിജ്വലിക്കുമ്പോ, ആ ചെമ്പിന്റെ തറയാകെ വെട്ടിപ്പൊഴുക്കുമ്പോ, ഏതൊരാളും ഒന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ച് നിൽക്കുമ്പോ, നിങ്ങളോട് നിങ്ങൾക്ക് ലഭിച്ച, നിങ്ങൾ അനുഭവിച്ച എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതിനെന്താണ് നന്ദി ചെയ്തതെന്ന് ചോദ്യമുണ്ടാകും. അതിന് കൃത്യമായ മറുപടി പറയേണ്ടി വരുമെന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞ് വിശദീകരിച്ചു കൊടുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്ത് സഹാബികളെ വല്ലാതെ പേടിപ്പിച്ചു. ചിലർ കരയാൻ തുടങ്ങി. നമുക്കിപ്പോൾ ഇത് കേട്ടിട്ടൊരു കുൽക്കുമില്ല, ഇത് പറയുമ്പോൾ നമുക്ക് പേടില്ല, ഇത് കേൾക്കുമ്പോഴും നമുക്ക് പേടില്ല. നമ്മളെ കൽബിലേക്ക് ഇതൊന്നും വേണ്ട പോലെ കയറുന്നില്ലല്ലോ റബ്ബേ. അള്ളാഹു നമ്മളുടെ ഹൃദയം തുറന്നു തരട്ടെ. അള്ളാഹിനെ കുറിച്ചുള്ളൊരു പേടിയും ചിന്തയും അള്ളാഹു നമ്മുടെ കൽബിലേക്ക് ഇട്ട് തരട്ടെ. അള്ളാഹ് ചെയ്തുന്ന നിഅമത്തുകളെ കുറിച്ച് നന്നായി ചിന്തിക്കാനും ആ നിഅമത്തിന് കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ പ്രീതി പോലെ ശുക്ർ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ചിലർ കഴിയാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ ഒരു യാചകനുണ്ടായിരുന്നു. അയാൾ എഴുന്നേറ്റ് നിന്നു. ഫഖാമ മുഹ്താജ്. സദസ്സിൽ ഒരു യാചകനുണ്ട്. അയാൾ എഴുന്നേറ്റ് മുത്ത് റസൂലിന്റെ കണ്ണിലേക്ക് തുറിച്ചു നോക്കാൻ തുടങ്ങി. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, എന്താ സഹോദരാ? അപ്പോൾ അയാൾ പറഞ്ഞു, നബിയേ, എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഇലാഹായ റബ്ബിന്റെ കോടതിയിൽ ചോദ്യമുണ്ടാകുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എല്ലാവരോടും ചോദിക്കുമെന്നാ നിങ്ങൾ പറഞ്ഞത് നബിയേ. എങ്കിലെന്റെ ചോദ്യം എന്താണെന്നറിയോ? ഹൽ അലയ്യ മിൻ നിഅമതി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, എന്നോട് ചോദിക്കാൻ അല്ലാഹു എനിക്ക് വല്ല നിഅമത്തും ചെയ്തു തന്നിട്ടുണ്ടോ നബിയേ? അതറിയാനാണ് ആശങ്കയോടെ ഞാൻ എഴുന്നേറ്റ് നിന്നത്. നബിയേ, എന്റെ അവസ്ഥ നിങ്ങൾക്കറിയില്ലേ? എന്റെ അവസ്ഥ നബിയേ നിങ്ങൾക്കറിയില്ലേ? ഞാനൊരു രോഗിയാണ്. വർഷങ്ങളായി രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നയാളാ. കൃത്യമായി ജോലി ചെയ്യാൻ എനിക്ക് കഴിയില്ല. ഞാനും എൻ്റെ കുടുംബവും കഴിയുന്നതെങ്ങനെയാ? പലപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ ചെന്ന് കൈനീട്ടലാണ്, മറ്റുള്ളവരുടെ വാതിലിൽ തട്ടി കാത്തു നിൽക്കലാണ്. അവരാരെങ്കിലും കനിഞ്ഞ് എനിക്ക് വല്ലതും തന്നാൽ എനിക്കും കുടുംബത്തിനും വിശപ്പടക്കാം, അല്ലെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും പട്ടിണിയാണ്. ഇതാണ് എൻ്റെ അവസ്ഥ എന്ന് നിങ്ങൾക്കറിയില്ലേ നബിയേ? അതുകൊണ്ടാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഹൽ അലയ്യ മിൻ നിഅമതി യാ റസൂലല്ലാഹ്. എന്നോട് ചോദിക്കാൻ എനിക്ക് അല്ലാഹു വല്ല നിഅമത്തും ചെയ്തു തന്നിട്ടുണ്ടോ നബിയെ? എന്താ എനിക്കുള്ളത്?
യാചകൻ രോഗിയാണ്, ജോലി ചെയ്യാൻ വയ്യ, ആരാന്റെ മുന്നിൽ ചെന്നിട്ട് കൈ നീട്ടണം, വല്ലതും കിട്ടിയാൽ പട്ടിണി അകറ്റാം, അല്ലെങ്കിൽ പട്ടിണി കിടക്കണം. ഇതാണ് അയാൾ അവസ്ഥ. അതുകൊണ്ട് അയാൾ ചോദിച്ചത്, എന്നോട് ചോദിക്കാൻ എനിക്ക് അല്ലാഹു വല്ല നിഅമത്തും ചെയ്തു തന്നിട്ടുണ്ടോ? ഉടനെ ഫഖാലൻ നബിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സഹോദരാ, നല്ല ചോദ്യം. നിനക്കല്ലാഹു നിഅമത്ത് ചെയ്തു തന്നിട്ടുണ്ടെന്നോ? ഇത് കേൾക്കുന്ന സഹോദരാ, സഹോദരി, ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഹബീബായ നബി തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞതിങ്ങനെയാണ്, നിന്നോട് ചോദിക്കാൻ അല്ലാഹു നിനക്ക് ചെയ്തു തന്ന നിഅമത്ത് പറയട്ടെ. അല്ലില്ലോ വന്നഅലാൻ വൽമാഉൽ ബാരിദ്. സഹോദരാ, അല്ലില്ലോ, അല്ലാഹു നിനക്ക് തണൽ തന്നില്ലയോ? ഈ ഹദീസ് വിശദീകരിച്ച് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നില്ലുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ബൈത്തുഹു, അവന്റെ വീടാണ്. സഹോദരാ, ചെറുതാണെങ്കിലും ചെറുതായൊരു വീട് നിനക്കല്ലാഹു തന്നില്ലയോ? വെയിലുള്ള സമയത്താട്ടിലേക്ക് കയറിയാൽ നിനക്കെന്തൊരാശ്വാസം. മഴയത്തെ നനയാതെ നീയും നിന്റെ കുടുംബവും ആ വീട്ടിൽ കഴിയുന്നു. ഇത് അല്ലാഹു നിനക്ക് തന്നതല്ലയോ? അതുകൊണ്ട് അല്ലില്ലോ, ചെറുതാണെങ്കിലും അല്ലാഹു നിനക്ക് തന്ന ആ വീടിന്റെ കാര്യത്തിൽ നിന്നോട് ചോദ്യം ചെയ്യപ്പെടും. എടോ, ഇങ്ങനെ ഒരു വീട് നിനക്ക് കിട്ടിയിട്ട് ഇതിന് നീ എന്താണ് നന്ദി ചെയ്തത്? ചോദ്യം ഉണ്ടാവും. എന്നോട് ചോദിക്കും, നിങ്ങളോടും ചോദിക്കും, മറുപടി പറയേണ്ടി വരും. അതുകൊണ്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോൾ, വീട്ടിൽ കഴിയുമ്പോൾ, വീട്ടിൽ ഒരു റൂമിൽ നിന്ന് മറ്റു റൂമിലേക്ക് പോകുമ്പോൾ ഒക്കെ നിയമങ്ങളുണ്ട്, പാലിക്കപ്പെടേണ്ട മര്യാദകളുണ്ട്. അതൊക്കെ പഠിച്ച് ആ മര്യാദകൾ പാലിക്കുന്നവരായി നമ്മൾ മാറണം. അതിനാണ് ഇതൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നാമീൻ പറഞ്ഞേക്ക്, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾ ആ ഉറക്കമൊക്കെ ഒന്ന് ഒഴിവാക്കിയിരിക്കന്നെ വേണം, ഒന്ന് ഉഷാറായി ഉണർന്നിരിക്കന്നെ വേണം. അല്ലില്ലു, ലഭ്യമായ വീടിന്റെ കാര്യത്തിൽ ചോദ്യം ഉണ്ടാവും. ധരിച്ച് നടക്കുന്ന രണ്ട് ചെരുപ്പിന്റെ കാര്യത്തിലും ചോദ്യമുണ്ടാകും. എന്താണ് നന്ദി ചെയ്തത്? സഹോദരാ, സഹോദരി, നമ്മൾ ധരിക്കുന്ന ചെരുപ്പിന്റെ കാര്യത്തിൽ റബ്ബിന്റെ കോടതിയിൽ ചോദ്യമുണ്ടാകും. ചെരുപ്പില്ലാതെ റോട്ടിലൂടെ പൊള്ളുന്ന സമയത്ത് നമുക്ക് നടക്കാൻ കഴിയോ? ഓ, മിനിഞ്ഞാന്ന് ഞാനത് പ്രത്യേകം പറയാൻ വിട്ടിരുന്നു. ഇന്നലല്ല, മിനിഞ്ഞാന്ന് ഒരു സഹോദരിയെ ഇവിടെ കൊണ്ടുവന്നു. പ്രായമുള്ള സഹോദരിയാണ്. അപ്പോൾ ആ സഹോദരിയുടെ കൂടെ ഒന്ന് രണ്ട് ആളുകളുണ്ട്. അതിൽ ഒരാൾ പ്രായമുള്ളൊരു മനുഷ്യനോട് പറഞ്ഞു, ഇതിൻ്റെ പെങ്ങളാണ് ഉസ്താദെ, ഷുഗർ ഉണ്ട് കൂടിയിട്ട് കാല് ആകങ്ങട്ട് മുറിയായി എടങ്ങാറായി, ഇപ്പം ഞങ്ങളത് കെട്ടിച്ചിട്ട് വരികയാണ്. അങ്ങനെ കവറ് കൊണ്ട് കാൽപാദം മൂടിയിട്ടുണ്ട്. ആ കവർ ഇങ്ങോട്ട് അയച്ചു. ആ ഒരു മുറി കെട്ടി കൂട്ടിയ രംഗം എനിക്ക് കാണിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, 4 കൊല്ലം മുമ്പ് ഹജ്ജിന് പോയിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ ചെരുപ്പ് കണ്ടില്ല. അപ്പോൾ റൂമിലേക്ക് ചെരുപ്പില്ലാതെ നടന്നതാണ്. അന്ന് കാലിന് പൊള്ളലേറ്റു. പിന്നെ ആ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. നിങ്ങൾ കേൾക്കുന്നില്ലേ ഈ പറയുന്നത്? അന്ന് ചെരുപ്പില്ലാതെ ആ റോട്ടിലൂടെ റൂമിലേക്ക് നടന്നതാണ്. കാലിനാണ്ട് പൊള്ളലേറ്റു, മുറിയായി. പിന്നെ അത് മുതൽ അനുബന്ധമായി ഈ പ്രശ്നം ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുക. അള്ളാഹു ശിഫ കൊടുക്കട്ടെ. ആമീൻ പറയ്. അള്ളാഹു ശിഫ കൊടുക്കട്ടെ. ഈ 10,000ങ്ങളുടെ ആമീന്റെ ബറക്കത്ത് അല്ലാഹു തആല സഹോദരിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കട്ടെ. അങ്ങനെയൊക്കെ കാലിന് ഷുഗർ ബാധിച്ചും മറ്റും മുറിവേറ്റ് പ്രയാസപ്പെടുന്നവർ പലരുണ്ട്. പടച്ചോനെ, അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ആ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവർക്കും ശിഫാ വിധിക്കണമേ റബ്ബേ. നിങ്ങൾ ആലോചിക്ക്, നട്ടുച്ച നേരത്തൊക്കെ റോഡും നല്ല എങ്ങനെ വെയിൽ കൊണ്ട് നല്ല ചൂടുള്ള സമയത്ത് ചെരുപ്പില്ലാതെ നമുക്ക് നടക്കാൻ കഴിയുമോ? അപ്പോൾ അള്ളാഹു നല്ല തരുന്ന വലിയ നിയമത്തല്ലേ ചെരുപ്പ്. അതാണ് വന്നഅലാൻ, രണ്ട് ചെരുപ്പിന്റെ കാര്യത്തിലും ചോദ്യമുണ്ടാകും. വൽമാഉൽ ബാരിദ്, കുടിക്കുന്ന പച്ചവെള്ളത്തിന്റെ കാര്യത്തിൽ ചോദ്യമുണ്ടാകും.
പച്ചവെള്ളല്ലേ, അത് ഇഷ്ടം പോലല്ലേ, തോട്ടിലും പുഴയിലൊക്കെ ഇല്ലേ എന്ന് പറയണ്ട. ഒരു ഗ്ലാസ് വെള്ളം നീ ഉപയോഗിച്ചെങ്കിൽ അത് അല്ലാഹു തരുന്നതാണ്. അതിന് നീ എന്ത് നന്ദി ചെയ്തു? റബ്ബിന്റെ കോടതിയിൽ ചോദ്യമുണ്ടാകും, മറുപടി പറയേണ്ടി വരും. അല്ലാഹു ചെയ്തു തരുന്ന നിഅമത്തുകൾക്കൊക്കെ നന്ദി ചെയ്യുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് വീട്ടുമര്യാദകൾ പാലിക്കണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്, അത് ചൊല്ലിയിരിക്കണം. ഏതാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് ചൊല്ലാതെ വീട്ടിൽ നിന്ന് മുത്ത് റസൂൽ പുറത്തിറങ്ങുമായിരുന്നില്ല. നമ്മളുടെ കൂട്ടത്തിൽ ഒരാള് ഒന്ന് അങ്ങാടിയിലേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി, പള്ളിയിലേക്ക് പോകാൻ വീട്ടിൽ നിന്നിറങ്ങി. എങ്ങനെ ഇറങ്ങുകയാണെങ്കിലും ഈ ദിക്ർ ചൊല്ലിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. അള്ളാന്റെ പ്രത്യേക കാവലുണ്ടാകും. അൻ അലിയിൻ അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ഇദാ ഖറജ അർറജുലു മിൻ ബൈതിഹി, ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഖാല, അയാൾ ഇങ്ങനെ ചൊല്ലി, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരാൾ ഈ ദിക്റങ്ങ് ചൊല്ലിയാൽ എന്താ അതിന്റെ അർത്ഥം? ബിസ്മില്ലാഹി, ഇലാഹായ റബ്ബിന്റെ നാമത്തിൽ ആ പേരുച്ചരിച്ചിതാ ഞാൻ ഇറങ്ങുന്നു. ഇലാഹായ റബ്ബിന്റെ പേരില്ല നാമം ഉച്ചരിച്ച് ഞാൻ ഇറങ്ങുകയാ. തവക്കൽതു അലല്ലാഹ്, എല്ലാ കാര്യങ്ങളും ഞാൻ അവനെ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹു വലിയ ഇഷ്ടാണ്. നമ്മളെല്ലാ കാര്യത്തിലും എനിക്ക് അല്ല മതി, ഞാനല്ല അള്ളാനെ ഏൽപ്പിച്ചു, എനിക്ക് അല്ല മതി, ഞാനല്ല അള്ളാനെ ഏൽപ്പിച്ചു. ഇത് കേൾക്കുന്നത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടാണ് സഹോദര, അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടാ സഹോദരി. എനിക്ക് അല്ലാഹു മതി എന്ന് പറയാം. ഏൽപ്പിക്കാൻ ഏറ്റവും യോഗ്യൻ അവനാണെന്ന് പറയാ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അല്ലാഹു ഭയങ്കര ഇഷ്ടാണിത്. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ല മതി, എനിക്കല്ലാഹു മതി. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലയാൾ, ഏറ്റവും നല്ല വക്കീല് അല്ലാഹുവാണ്. നിഅമൽ മൗലാ വ നിഅമൻ നസീർ, അവനാണ് ഏറ്റവും വലിയ രക്ഷാധികാരി, അവനാണ് ഏറ്റവും വലിയ സഹായി, സംരക്ഷകൻ. അത് അല്ലാഹ്ക്ക് ഭയങ്കര ഇഷ്ടാ. നാളത്തെ മജ്ലിസിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ നിയ്യത്ത് ചെയ്യേ, അല്ലാഹ്ക്ക് അത്ര വലിയ ഇഷ്ടമുള്ള സംഗതിയാണെങ്കിൽ റബ്ബിന്റെ ആ ഒരു ഇഷ്ടം നമുക്ക് കിട്ടട്ടെ. ആ നിയ്യത്തോടുകൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഹൈറാകുന്ന വിധം നമ്മുടെ റബ്ബ് ഏറ്റെടുക്കണമെന്ന നിയ്യത്തോടുകൂടെ 313 തവണ നാളത്തെ മജ്ലിസിലേക്ക് ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ആ ദിക്ർ ചൊല്ലി വരി. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആ വാക്കാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീകുണ്ടാരത്തിലേക്ക് എറിയാൻ സമയത്ത് കൈകാലുകൾ കൂട്ടിക്കെട്ടിയിട്ട് ആ തീകുണ്ടാരത്തിലേക്ക് ഇത് വിടുമ്പോ, ആ തീകുണ്ടാരത്തിൽ ഇബ്രാഹിം നബി ചെന്ന് വീഴുമ്പോ ആ ചുണ്ടിൽ നിന്ന് നിർഗളിച്ച വചനമേതാണ് സഹോദരാ, സഹോദരി? ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ
നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. അല്ലാഹു അത് ചൊല്ലി തീർക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. അതിന് അള്ളാഹു നമ്മുടെ സമയത്തിൽ ബറക്കത്ത് ചൊരിയട്ടെ. ഇതൊക്കെ അള്ളാഹുവിലേക്ക് നിങ്ങൾ നിയ്യത്ത് ചെയ്തിട്ട് ചൊല്ലിയാൽ സമയത്തിൽ ബറക്കത്തുണ്ടാകും. ഏത് പ്രതിസന്ധിയിലും അള്ളാഹു നമുക്ക് പരിഹാരം ഉണ്ടാക്കി തരും. കത്തിജ്വലിക്കുന്ന തീ കുണ്ടാരത്തിൽ ഇബ്രാഹിം നബിയെ സംരക്ഷിച്ച അള്ളാഹു ഈ ദിക്റിന്റെ ഫضل കൊണ്ട് എല്ലാ പ്രതിസന്ധിയിൽ നിന്നും നമുക്ക് സംരക്ഷണം തരും. മറക്കരുത് നിങ്ങൾ. നാളത്തെ മജ്ലിസ് ആകുമ്പോഴത്തേക്ക് 313 തവണ അത് ചൊല്ലിവരി. നമുക്ക് നാളെ ഇൻഷാ അള്ളാഹ് കൂട്ടമായത് ചൊല്ലാം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പോൾ ഈ ദിക്റിന്റെ അർത്ഥം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിന്റെ പേരിൽ ഞാൻ ഇറങ്ങുന്നു. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനല്ലാതെ ഒരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല. ഒരു ഖൈറ് എന്നിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനോ ഒരു ഷർറ് എന്നിൽ നിന്ന് തട്ടി നീക്കാനോ അള്ളാഹുവിനല്ലാതെ ഒരു കഴിവുമില്ല. എന്താണ് ഈ ദിക്ർ ചൊല്ലിയാലുള്ള നേട്ടം? നാളെ പറയും ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ രണ്ടാം ഭാഗം നാളെ പറയും. ചില ദിക്റുകളൊക്കെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അള്ളാൻ്റെ കാവൽ കിട്ടിയാലല്ലാതെ ഇന്ന് രക്ഷപ്പെടാൻ കഴിയൂല. അപ്പോൾ ഇത് 2-3-4 ഭാഗങ്ങളായി ഇൻഷാ അല്ലാഹ് ഇത് വിശദീകരിക്കേണ്ടി വരും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ ആശയവും ഈ ദിക്ർ ചൊല്ലിയാലുള്ള ഗുണങ്ങളും ഇറങ്ങേണ്ട സമയത്ത് പ്രത്യേകമായി നമ്മൾ നടത്തേണ്ട അഭയപ്രാർത്ഥനയും നാളത്തെ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. 313 തവണ ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ അത് നിങ്ങൾ ചൊല്ലണം.